ജിത്തുണ്ടെങ്കിലാണ് കുഴപ്പമില്ല. തുടങ്ങിക്കോളൂ. അതെ, ദൃശ്യത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഉത്തരം പറയുന്നത്. ഇത് ദൃശ്യം 3യുടെ പ്രൊമോഷനാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ക്ലൈമാക്സ് ഒക്കെ ചോദിക്കരുത്, കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കും. ചോദിച്ചോളൂ. നമസ്കാരം. നമ്മള് ലോകത്തുള്ള എല്ലാ മലയാളികളും ഏക പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ദൃശ്യം മെയ് 21 തീയതി സ്ക്രീനിൽ തെളിയാണ്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യം അർപ്പിച്ചു എന്ന് നമ്മൾ തുടങ്ങാം. കാലട്ട ദൃശ്യം ഈ പറഞ്ഞതുപോലെ 21 തീയതി ഫസ്റ്റും സെക്കൻഡും കണ്ട് 13 വർഷം മുമ്പ് ഒരു 4 വയസ്സുകാരൻ ആ ബുദ്ധിയോടുകൂടി, എനിക്കതിലും കൂടുതൽ വയസ്സുണ്ട്, 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി, 4 വയസ്സ് എനിക്കല്ല, 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി, ആ ബുദ്ധി വളർന്ന് ഇപ്പോൾ 26 നിൽക്കുമ്പോൾ എവിടെ എത്തിയിരിക്കുകയാണ് ആ ബുദ്ധി? ആ സിനിമ കാണുമ്പോഴില്ല വലിയ ബുദ്ധിമാനൊന്നും ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇതൊരു സർവൈവലിന്റെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ സിനിമയിൽ തന്നെ പറയുന്നത് ഞാൻ ഏതറ്റവും ഇത് മലയാളികൾ മാത്രമല്ല, ഒരുപാട് മലയാളം പറഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ പല ഭാഗത്തും സഞ്ചരിക്കുമ്പോൾ കാര്യം ഇത് ദൃശ്യം ഹിന്ദിയിൽ കണ്ട ആൾക്കാരുണ്ട്, തെലുങ്കിൽ കണ്ട ആൾക്കാരുണ്ട്. ഇവരൊക്കെ ദൃശ്യം 3 കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കറിയാം ജോർജ് കുട്ടിക്ക്, അവരുടെ ഫാമിലിക്ക്, അല്ലെങ്കിൽ ഗീതാ പ്രഭാകരന് അവരുടെ ഫാമിലിക്ക് സന്തോഷം അവരുടെ രീതി കിട്ടിയോ അല്ലെങ്കിൽ ആരാണ് ജയിക്കുന്നത്. 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതൊരു 1ലും 2ലും നിങ്ങൾ കണ്ടു. 3ലായാലും എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റുമോ? എന്തായാലും അതിനൊരു കൾമിനേഷൻ എന്ന് പറയാം. അതിനൊരു എല്ലാവർക്കും ഉള്ള ഒരു ഭയത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ആ ട്രെയിലറിലൊക്കെ അത് പറയുന്നുണ്ട്. എനിക്ക് ഭയമാണ്, എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഭയത്തോട് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ 13 വർഷം കൊണ്ട് കുട്ടികൾ 13 വയസ്സ് കൂടിയിരിക്കുന്നത്. അപ്പൊ അവർ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചു തുടങ്ങി. അതിനൊക്കെ ഇയാൾ ആൻസർ ചെയ്യണം. പിന്നെ ഒരു ക്രൈമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എത്രയോ കാര്യങ്ങൾ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പേടിയിൽ ജീവിക്കുന്ന ഒരാളാണ് അയാൾ. അതിനെ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെ അത് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യം.